അതായത് വളരെ നാളുകളായി ഞാനടക്കം പാർലമെൻറ്റിൽ ഉന്നയിച്ചും പൊതുമണ്ഡലത്തിൽ അവതരിപ്പിച്ചും സുപ്രീം കോടതിയെ സമീപിച്ചും ഒക്കെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തിൽ ഒരു റിലീഫ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതായത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് സൂപ്പർവൈസറി കമ്മിറ്റി നിയോഗിക്കപ്പെടുന്നത്. എന്നാൽ ആ സൂപ്പർവൈസറി കമ്മിറ്റി കേരളത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നില്ല. അഥവാ മുല്ലപ്പെരിയാർ ഡാം അതിൻ്റെ അസ്ഥിരാവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷിതത്വമില്ലായ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു പരാതി നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഡാം സേഫ്റ്റി ആക്ട് 2021 പാസ്സാക്കുന്നത്. ആ ഡാം സേഫ്റ്റി ആക്ടിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വിവക്ഷ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സുരക്ഷാ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന എന്നാൽ തർക്കത്തിലുള്ള ഡാമുകളെ സംബന്ധിച്ച് അതിൻ്റെ പൂർണ്ണമായ മേൽനോട്ടവും സർവേലൻസും മെയിൻ്റനൻസും ഇൻസ്പെക്ഷനും ഉൾപ്പെടെയുള്ള ചുമതലകൾ ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ നിക്ഷിപ്തമായിരിക്കണം എന്ന് ഡാം സേഫ്റ്റി ആക്ടിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനു മുന്നെയാണ്, ഈ ഡാം സേഫ്റ്റി ആക്ട് വരുന്നതിന് മുന്നെയാണ് സൂപ്പർവൈസറി കമ്മിറ്റിയെ സുപ്രീം കോടതി മുല്ലപ്പെരിയാർ കേസിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വിധി പ്രസ്താവിച്ചപ്പോൾ ചുമതല ഏൽപ്പിച്ചു. അപ്പോൾ ഈ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അധികാരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡാം സേഫ്റ്റി ആക്ടിനനുസരിച്ച് ഡാം സേഫ്റ്റി അതോറിറ്റിക്കാണ്.